ഹായ്, എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മോൾ ഒരു അമ്മയെ പോലെയുള്ള കെയറിങ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. അത് ഓർക്കുമ്പോൾ ഒരുപോലെ സന്തോഷവും സങ്കടവും തരുന്ന കാര്യമാണ്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി കൊറോണ ടൈമിലായതുകൊണ്ട് സൗദിയിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അതുകൊണ്ട് ഒരു ഫംഗ്ഷനും നടത്താൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ അതങ്ങ് തീർത്തു. കൈ നിറയെ വളകൾ ഇടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഈ വളകാപ്പ് ഫംഗ്ഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതുവരെ അങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് 7th മന്തിൽ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടുപോകുന്ന ഒരു ചടങ്ങ്, അത്രയേ ഉള്ളൂ. 8th മന്ത് സ്റ്റാർട്ടാവാൻ പോകുന്ന 2 days മുന്നെയാണ് എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയത്. ഒരു കുടുംബം ഒന്നിച്ച് ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന സ്നേഹത്തിൻ്റെ ഒരു ചടങ്ങായിരിക്കാം ഇത്, അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടാൻ വരികയും അതേപോലെ പറഞ്ഞു വിടാൻ നേരം ഇവിടെയുള്ള വേണ്ടപ്പെട്ടവരൊക്കെ ചേർന്ന് ബായ് പറയാൻ വരികയും ചെയ്യണതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്, അല്ലേ? എനിക്കങ്ങനെ പെട്ടെന്ന് കരച്ചിൽ വരില്ല, സങ്കടമൊക്കെ വരും. ബട്ട് ആരുടെയും മുന്നിൽ നിന്ന് ഞാൻ അങ്ങനെ കരയാറില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ കരയാറുള്ളൂ. പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അങ്ങനെ കരയും വേണ്ടല്ലോ, അല്ലേ? ആരോഗ്യമുള്ള ഒരു കുഞ്ഞുമായിട്ട് തിരിച്ചു വരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ക്രിസ്മസ് ടൈമിൽ പോണതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ് അറിയിച്ചിട്ടാണ് പാലക്കാട് നിന്നും കണ്ണൂരിലേക്ക് വണ്ടി കയറിയത്. ട്രെയിനിൽ പോണതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സാരിയൊക്കെ മാറി കംഫർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ അമ്മ റെഡിയാക്കി ബോക്സിൽ തന്നു വിട്ടിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്തി വീഡിയോ ഞാൻ ഇടുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.